പാർട്ടി പ്രചരണത്തിൽ വളരെ കാലമായി അവർ വളർത്തിയെടുത്ത അനുപമമായ പ്രചരണ സംവിധാനങ്ങളുടെ പിൻബലത്തോടുകൂടി ഏത് കറുപ്പിനെയും വെളുപ്പാക്കി മാറ്റാനുള്ള വൈദഗ്ധ്യം നേടിയവരാണ്. സത്യം ചേരിപ്പെടുന്നതിനു മുമ്പ് നുണ ലോകം ചുറ്റിവരും എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ സാർത്ഥകമാക്കുന്ന രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വിദഗ്ധമായ പ്രചരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ ഏത് സംഭവത്തെയും വളച്ചൊടിക്കാനും വ്യാഖ്യാനം പ്രചരിപ്പിക്കാനും അതിവിദഗ്ധന്മാരാണ്. പച്ച നുണ പച്ചയ്ക്ക് പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത. കണ്ണൂർ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾക്കിടയിൽ അവരുടെ നേതാക്കന്മാരെല്ലാവരും എല്ലാ ചർച്ചകളിലും പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ണൂരിൽ ന്യൂനപക്ഷങ്ങളെ സിപിഎം സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ആർഎസ്എസുകാർ സിപിഎമ്മിനെതിരായിട്ട് നീങ്ങുന്നത് എന്ന്. അതിനുദാഹരണമായി അവർ പറയുന്നത് 1971 തലശ്ശേരിയിൽ ഒരു കലാപമുണ്ടായി. ആ കലാപത്തിനിടയിൽ ഒരു പള്ളി സംരക്ഷിക്കാൻ വേണ്ടി കൂത്തുപറമ്പിനടുത്ത് മെരുവമ്പായി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി നിന്ന UK കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ സഖാവിനെ ആർഎസ്എസുകാർ വെട്ടിക്കൊന്നു. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്, മുസ്ലിങ്ങളെ വിശിഷ്യ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ആർഎസ്എസുകാർക്ക് സിപിഎമ്മിനോട് വൈരാഗ്യം എന്ന് മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാനും തങ്ങളിത് ചെയ്യുന്നത് ഒരു മഹത്തായ കാര്യമാണെന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടി അവർ പറയാറുണ്ട്. സത്യത്തിൽ UK കുഞ്ഞിരാമൻ എങ്ങനെയാണ് മരിച്ചത് എന്നാണ് നാട്ടുകാർക്കറിയാം. ഒരു വൈചിത്ര്യമുള്ളത്, UK കുഞ്ഞിരാമൻ മരിച്ച സ്ഥലത്തെ ശാഖയിൽ 5 മുസ്ലിങ്ങൾ ദൈനംദിന ശാഖയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു. ചെറുപ്പക്കാർ. അതിലൊരു മുസ്ലിം സ്വയംസേവകനെ കഴിഞ്ഞ 3 മാസത്തിനു മുമ്പ് മാർക്സിസ്റ്റുകാർ അടിച്ച് കയ്യും കാലും ഒടിച്ച് വളരെ കാലം ആശുപത്രിയിലായി. മാർക്സിസ്റ്റുകാർ ന്യൂനപക്ഷത്തെ സംരക്ഷിച്ച് അതിന്റെ പേരിൽ ഒരു രക്തസാക്ഷിയുണ്ടായ സ്ഥലത്തെ ശാഖയിൽ 5 മുസ്ലിങ്ങൾ ശാഖയിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രചരണത്തിന്റെ പൊള്ളത്തരം മനസ്സിലാക്കി തന്നെയാണ് ആ ചെറുപ്പക്കാർ ശാഖയിൽ വരുന്നത്. അവർക്ക് നേരെ വലിയ ഭീഷണിയുണ്ട്. പലരുടെയും വീടുകളിൽ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും സ്വയംസേവന്മാർ, നല്ല സ്വയംസേവന്മാർ. കാരണം അവർക്കറിയാം UK കുഞ്ഞിരാമൻ എങ്ങനെയാണ് മരിച്ചത്. UK കുഞ്ഞിരാമൻ മരിച്ചത് ഒരു കള്ള് ഷാപ്പിൽ വെച്ചിട്ടാണ്. നെറുവേലി ഈ മരുവമ്പായി എന്ന് പറയുന്ന പള്ളിയും കള്ളുഷാപ്പും തമ്മിൽ 2.5 കിലോമീറ്ററുടെ വ്യത്യാസമുണ്ട്. അവിടെ RSSന്റെ ശാഖ അന്നില്ല. സംഘപ്രവർത്തനം അന്ന് തൊക്കിലങ്ങാടിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ ഒരു ശാഖയുള്ളത് കീഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 25 കിലോമീറ്റർ അപ്പുറം, അതിന് നടുവിലായി സ്ഥലം. മാർക്സിസ്റ്റുകാർ പലയിടത്തും ആ സമയത്ത് പള്ളി പൊളിച്ചിട്ടുണ്ട്. ശിവപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് തലശ്ശേരിയിൽ 4-5 പള്ളികൾ പൊളിച്ചിട്ടുണ്ട്, പരക്കെ പൊളിച്ചിട്ടുണ്ട് മാർക്സിസ്റ്റ്. AKGയുടെ ആത്മകഥയിലും മാർക്സിസ്റ്റുകാർ പിന്നീട് പറയാറുണ്ട് എങ്ങനെയാണ് കലാപം നിന്നതെന്ന്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടികെട്ടിയ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കാറിൽ മൈക്ക് കെട്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കലാപം നിർത്തിച്ചതെന്ന് അവർ പറയാറുണ്ട്. മാർക്സിസ്റ്റുകാരുടെ കുടികെട്ടിയ കാറിൽ അനൗൺസ് ചെയ്താൽ ആരാണ് കലാപം നിർത്തുക? RSSകാർ നിർത്തൂലല്ലോ. മാർക്സിസ്റ്റുകാരാണ് കലാപം നടത്തിയിരുന്നത്. CPMന്റെ കൊടികെട്ടിയ കാറിൽ അനൗൺസ്മെന്റ് ഉണ്ടായപ്പോൾ അവർ നിർത്തി. അന്ന് കലാപം നടത്തിയത് മാർക്സിസ്റ്റുകാരെ. അപ്പൊ കള്ള് ഷാപ്പിൽ വെച്ചിട്ട് പള്ളിയുടെ 2.5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് കള്ള് കുടിക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു സംഘർഷത്തിൽ അടിപിടി. അയാൾ മരിച്ചത് കള്ള് ഷാപ്പിൽ കപ്പ ഇളക്കുന്ന ഒരു സാധനമുണ്ട്, അതിനുകൊണ്ടുള്ള അടിക്ക് കിട്ടിയിട്ട് കള്ള് ഷാപ്പിന്റെ പിറകിൽ വശത്താണ് മരിച്ചു വീഴുന്നത്. പക്ഷേ ആ സമയത്ത് തലശ്ശേരിയിൽ ലഹള നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അത് പള്ളി സംരക്ഷിക്കാൻ പോയ കുഞ്ഞിരാമനെ RSSകാർ അടിച്ചു കൊന്നതാണെന്ന്
അന്ന് വെറുതെ അങ്ങ് പറഞ്ഞതാ. പക്ഷെ ഇപ്പോ അത് കാരണം ഒരു തലമുറ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ അത് അവിടെ കാര്യമായൊന്നും പറയാറില്ലെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ അവർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് രക്തസാക്ഷിയായത് എന്നൊക്കെ പറയും. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചരണ തന്ത്രം. ഇങ്ങനെ സംഘത്തെയും സംഘപ്രസ്ഥാനങ്ങളെയും ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ, ജനങ്ങൾക്കിടയിൽ താറടിച്ചു കാണിക്കാൻ ഉയർന്ന നേതാക്കളടക്കം വലിയ വലിയ നുണകൾ കെട്ടി എഴുന്നള്ളിക്കും. അവർ പറയുന്നത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം RSS ആണെന്നാണ്. RSS ആണെന്ന് പറഞ്ഞാൽ അവരിപ്പോ ഇന്നലത്തെ സമാധാന കമ്മിറ്റി യോഗത്തിലടക്കം പറഞ്ഞത് ശാഖയാണ് പ്രശ്നം എന്നാണ്. അത് നിർത്തിയാൽ പ്രശ്നം തീരുമെന്നാണ് പറയുന്നത്. അവരവിടെ നടത്തുന്ന വലിയ പ്രചരണം RSS കൊലക്കത്തി താഴെ വെക്കണമെന്ന്. 1969 ഡിസംബർ മാസം 22-ാം തീയതി ആദ്യത്തെ ബലിദാനി ഒരാൾ മരിക്കുന്നത്, അതിനിടയ്ക്ക് ചില അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ ആദ്യമായി മരിക്കുന്നത് ഒരു സ്വയം സേവകനാണ് മരിക്കുന്നത്, വാടിക്കൽ രാമകൃഷ്ണൻ. ആ കേസിലെ പ്രതിയാണ് പിണറായി വിജയൻ. പ്രതി എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രതി ചേർക്കുന്നത് പോലെ വെറുതെ പ്രതി ചേർക്കുന്നതല്ല. നേരിട്ട് പോയി നഗരമധ്യത്തിൽ തയ്യൽക്കടയിൽ ഇരിക്കുകയായിരുന്ന രാമകൃഷ്ണനെ വലിച്ച് പുറത്തിട്ട് വെട്ടിക്കൊന്ന കൂട്ടത്തിൽ പിണറായി വിജയൻ പകലാണ് സംഭവം. പിണറായി വിജയൻ നേരിട്ടുണ്ടായി. പക്ഷെ കേസ് വിട്ടു. ആ പിണറായി വിജയൻ എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ന് ആ ഒരു സംഭവത്തിൽ, ഒരു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആൾ ഇന്ന് സംസ്ഥാന സെക്രട്ടറിയായി എന്ന് പറയുന്നതിനർത്ഥം അവരുടെ ഈ നൃശംസത, ഈ മൃഗീയത, ഭീകരത അത് സംസ്ഥാനത്തോളം വളർന്നു എന്ന് മാത്രം. ഏറ്റവും അവസാനം മരിച്ചു വീണതും ഒരു സ്വയം സേവകൻ തന്നെ. 65 വയസ്സുണ്ടായിരുന്ന 2 കിഡ്നിയും തകർന്ന് വീട്ടിൽ കുറെ കാലമായി പുറത്തിറങ്ങാതെ വിശ്രമിക്കുന്ന, മരുന്നുമായി കഴിയുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന, KV സുരേന്ദ്രൻ എന്ന് പറയുന്ന പഴയ ഒരു സ്വയം സേവകൻ. ആ സ്വയം സേവകനാണ് ഏറ്റവും അവസാനം മരിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം മരിച്ചതും ഒരു സ്വയം സേവകനാണ്, ഏറ്റവും അവസാനം മരിച്ചതും ഒരു സ്വയം സേവകനാണ് എന്ന് പറയുമ്പോൾ ആരാണ് കൊലക്കത്തി താഴെ വെക്കേണ്ടത് എന്നതിന്റെ ഉത്തരം അതിലുണ്ട്. ആരാണ് കൊലക്കത്തി എടുത്ത് പിടിച്ചു നിൽക്കുന്നത്? ആരാണ് ആദ്യം കൊലക്കത്തിയെടുത്തത്? ആരാണ് അവസാനമായി കൊലക്കത്തിയെടുത്ത് നിൽക്കുന്നത് എന്നതിന്റെ ഉത്തരം ഈ സംഭവത്തിലുണ്ട്. രാമകൃഷ്ണൻ മുതൽ സുരേന്ദ്രൻ വരെ 10-65 സ്വയം സേവകന്മാർ അവിടെ മരിച്ചു വീണു. പലരും ചിന്തിക്കും,